ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എനിക്ക് വലിയ കുഴപ്പമില്ല, ഇച്ചിരി പനിയുണ്ട്, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പം നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഫെയറി തീംഡ് സീരീസ്. അപ്പോൾ അതിൻ്റെ എപ്പിസോഡ് 1 ആണ്. ഓൾറെഡി നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂൺ ഫെയറി വാൻഡാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണിത്. മാക്സിമം എല്ലാവരുടെയും കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളിത് ചെയ്യാൻ നോക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാണാൻ ചാൻസ് ഇല്ല എന്നുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മളിവിടെ ഓൾട്ടർനേറ്റീവ്സ് പറയുവേ. അപ്പോൾ ആദ്യം നമ്മൾ കാർഡ്ബോർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലൊരു ഹാഫ് മൂൺ വരച്ചെടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കുക. സെയിം സൈസുള്ള 2 എണ്ണം കട്ട് ചെയ്തെടുക്കണം. അപ്പം പിന്നെ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. എനിക്കറിയില്ല ഈ ലോങ് വീഡിയോ ആരൊക്കെ കാണുന്നുണ്ട്. എനിക്കറിയാം തുടക്കം ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേരായിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ ഇത് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എനിക്ക് അത്രയും പ്രഷ്യസാണ്. നിങ്ങളുടെ സജഷൻസും പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ നിങ്ങൾക്ക് കമൻസിൽ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് തിരിച്ച് വരാം. അപ്പോൾ ഓരോ ഹാഫ് മൂണും എടുത്ത് നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് രണ്ടും കൂടി ആ ഒരു 3D ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു എഡ്ജ് മാത്രം, അതായത് ഈ കാണുന്ന പോലെ ഒരു സൈഡിൽ മാത്രം പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതായത് ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫുൾ ഒട്ടിക്കില്ല. അതായത് ഈ ഭാഗത്താണ് നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിക്ക് ഞാനിവിടെ ഒരു 3-4 ബാംബൂ സ്റ്റിക്ക് കൂട്ടിച്ചേർത്ത് സെലോ ടേപ്പ് ചെയ്ത് അതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ഈർക്കിലില്ലേ, അതിലൊരു 5-6 എണ്ണം കൂട്ടിച്ചേർത്ത് ഇതുപോലെ തന്നെ സെലോ ടേപ്പ് ചെയ്ത് ഒട്ടിച്ചെടുത്താൽ മതി. അതും അടിപൊളിയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഇതുപോലെ വേസ്റ്റ് പേപ്പർ എടുക്കുക. അത് ഇത് കാണുന്ന പോലെ പിച്ച് വളരെ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. എന്നിട്ട് ഈ കാണുന്ന ഭാഗത്തുകൂടി നമ്മുടെ ആ മൂണിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിന് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് അധികം വെക്കുന്നുണ്ട്, പക്ഷേ പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി വെക്കാമായിരുന്നു എന്ന്. അതായത് നമ്മുടെ ആ ഒട്ടിക്കാത്ത ഭാഗം ഒട്ടിക്കാൻ പറ്റും എന്നുള്ളൊരവസ്ഥ വരെ എത്ര വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ 3D ലുക്ക് വരും തോറും കുറച്ചും കൂടെ ഭംഗി കൂടും ഒരു വാൻഡിന്. അതാണ്. അപ്പം മാക്സിമം എത്രയും പറ്റുമോ അത്രയും ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ സ്പോഞ്ചൊക്കെ കാണുമല്ലോ, അതായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കുക. പിന്നെ ഈ പേപ്പർ ബിറ്റ്സ് ആകുമ്പോഴത്തേക്ക് എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ, അതാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. പിന്നെ പഞ്ഞി, കോട്ടണൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള എന്തും, അതായത് അതൊന്നും ബൾജ് ചെയ്ത് നിൽക്കണം, അതേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ആവശ്യത്തിന് ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന B7000 എന്ന് പറയുന്നൊരു ഗമ്മാണ്. അത് നല്ല അടിപൊളി. അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയണം, മിക്കവരുടെ കയ്യിലും അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർ. അപ്പം അത് അടിപൊളി പശയാണ്. നന്നായിട്ട് ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവേണ്ട ഒരു സാധനമാണ്. ഇനിയിപ്പോൾ ഫെവിക്കോളാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല ടൈം എടുക്കും നന്നായിട്ട് ഒട്ടി വരാൻ വേണ്ടിയിട്ട്. അതേ ഉള്ളൂ ഒരു പ്രശ്നം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ മൂണിൻ്റെ ഫുൾ ഒന്ന് നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ത്രെഡ് വെച്ചിട്ട് ഈ കാണുന്ന പോലെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ത്രെഡ് ഇല്ലെങ്കിലുണ്ടല്ലോ, എന്തെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ ഇല്ലേ, നമ്മുടെ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ ഇച്ചിരി കുറച്ച് വളരെ വീതി കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കുക. അത് നമ്മളിങ്ങനെ ചുരുട്ടി ഒരു ത്രെഡ് പോലെ ആക്കാൻ പറ്റും. അതും ഈ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൂണിൻ്റെ പുറകു വശത്ത്, അതായത് മെയിൻ സൈഡ് അല്ലാത്ത ഭാഗം നമ്മൾ കുറച്ച് പശ തേച്ചതിന് ശേഷം ഇതുപോലെ ഗിൽറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, ഞാൻ ഉപയോഗിക്കുന്ന കളറൊന്നും തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് നിങ്ങൾക്ക് ചെയ്യാം. നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ മറ്റേ സൈഡ് എടുക്കാം. ഒരു സൈഡിലായിട്ട് മാത്രം ഒരു ഇച്ചിരി ഭാഗം മാത്രം നമ്മൾ ഈ കാണുന്ന പോലെ പശ തേച്ചതിന് ശേഷം നമ്മുടെ ഫേക്ക് മോസ് നമ്മൾ ഉണ്ടാക്കുന്ന ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഈ കാണുന്ന പോലെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മുത്തും, എൻ്റെ കുറേ പഴയ മുത്തുമാലയും അതിൽ നിന്നുള്ള സ്റ്റോൺസൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സും സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ മുത്തുമാലയൊക്കെ കാണത്തില്ലേ, പഴയ മാലയിൽ നിന്നൊക്കെയുള്ള മുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ ത്രെഡ് ആ ഒരു സ്റ്റിക്കിൽ ചുറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ടിഷ്യൂ പേപ്പർ ചുരുട്ടിയെടുക്കുന്ന ഭാഗമില്ല, അതാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ആ മേളിൽ ആ മൂന്നും ചുറ്റും ഇങ്ങനെയാണെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു ചെറിയൊരു വള്ളി പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ഗ്രീൻ പെയിൻറ്റും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ബ്രൗണും നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ഒരു എന്താ പറയുക, നമ്മൾ ചെടിയുടെ വള്ളിയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. ആ ബ്രൗൺ അധികം ഇങ്ങനെ വീഡിയോയിൽ കാണുന്നില്ല, പക്ഷേ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജ്യൂട്ട് ത്രെഡാണ് എടുക്കുന്നത്. ചാക്കുനൂല് വീട്ടിൽ കാണും, ചിലരുടെയൊക്കെ വീട്ടിൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചാക്കിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും ചാക്കുനൂല്.
ഇനി അല്ലെങ്കിൽ നമ്മുടെ കടയിൽ അടുത്തുള്ള ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടും, പലചരക്ക് കടയിലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ജൂട്ട് ത്രെഡ്. അപ്പോൾ അത് നമ്മൾ ഒപ്പിക്കുക, എന്നിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഈ 2 റിബൺസ് ആണ്. അപ്പോൾ സാറ്റിൻ റിബൺസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ബോ കിട്ടില്ലേ ഗിഫ്റ്റ് റാപ്പറിൻ്റെ പൊക്കത്തുള്ള, അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ നീളത്തിലാക്കി എടുത്തിട്ട് അത് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ പഴയ ഡയറീസിലൊക്കെ നമ്മുടെ സാറ്റിൻ റിബൺ ബുക്ക് മാർക്കില്ലേ ആ നീളത്തിൽ വരുന്ന, അത് കട്ട് ചെയ്തെടുക്കാം. അപ്പം അതാണെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് രണ്ട് ഫ്ലവേഴ്സ് ഇതുപോലെ. അപ്പോൾ നമ്മുടെ മൂൺ ഫെയറി വാൻഡ് ഇവിടെ റെഡിയാണ്. അപ്പം ഇതിൻ്റെ തന്നെ വേറെ എന്തെങ്കിലും വെറൈറ്റീസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അതും ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതും പറയണം. അപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ ഓക്കെ, ബൈ.